അക്കാലത്ത് അറബികളിൽ തന്നെ ജൂതമതം സ്വീകരിച്ചവരും ക്രൈസ്തവ മതം സ്വീകരിച്ചവരും നിരീശ്വരവാദികളും ധാരാളം ഉണ്ടായിരുന്നു. ഇനി അറബിയക്ക് പുറത്തേക്ക് നോക്കിയാൽ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളായിരുന്നു ലോകരാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത്. ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായിട്ട് സ്വീകരിച്ച റോമാക്കാർ. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് അഗ്നി ആരാധകരായ പേർഷ്യക്കാർ. ഈ രണ്ട് ശക്തികളായിരുന്നു ലോകരാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് അക്കാലങ്ങളിൽ. ഈ രണ്ട് സാമ്രാജ്യങ്ങളും തമ്മിലുള്ള നിരന്തരമായ യുദ്ധങ്ങളും കലഹങ്ങളും ലോകത്തെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും തളർത്തിയിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുൻപുള്ള 6-ാം നൂറ്റാണ്ട്. അക്കാലത്ത് മക്ക ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. എങ്കിലും സമ്പത്ത് ചുരുക്കം ചില പ്രമാണിമാരുടെ കൈകളിൽ മാത്രം കിടന്ന് കറങ്ങിയിരുന്ന ഒന്നായിരുന്നു.